ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് അമരപ്പയർ കൊണ്ട് എങ്ങനെയാണ് നല്ല രുചികരമായിട്ടുള്ള തോരൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അമരപ്പയർ പോഷക സമ്പുഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റോടെ തയ്യാറാക്കിയാൽ എല്ലാവരും കഴിക്കും. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം അമരപ്പയറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. അതിനു മുന്നേ നമുക്ക് അമരപ്പയർ ഒന്ന് മോൾഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ. പിന്നെ ഈ അമരപ്പയറിൻ്റെ സൈഡിൽ ചെറിയ നാര് പോലെ കാണും, അതും നമ്മൾ എടുത്തു മാറ്റണം. അതിന് വേണ്ടിയിട്ട് അറ്റത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഇളക്കി വരും. പിന്നെ നല്ല പിഞ്ചാണെങ്കിൽ നാര് കാണില്ല കേട്ടോ. കുറച്ചൊന്നായി വരുമ്പോഴാണ് നാര് വരുന്നത്. നാരുള്ളതിന് എടുത്ത് മാറ്റുക. അപ്പോൾ ദാ എല്ലാത്തിൻ്റെയും നാരൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിത് നല്ല നൈസായിട്ടാണ് അരിഞ്ഞെടുക്കാൻ പോകുന്നത്. ചിലർ കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാറുണ്ട്. സമയമില്ലെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴാണ് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതും ടേസ്റ്റ് കൂടുതലും ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിനകത്ത് കുരുവുണ്ട്, അതും കൂടെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വയ്ക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, 1 വെളുത്തുള്ളി. ഞാനിപ്പോൾ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3-4 എണ്ണം ചേർക്കാം കേട്ടോ. ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരപ്പയർ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള അരിഞ്ഞത്, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. പച്ചമുളകിന് എരിവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. തീ ഇപ്പോൾ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് പകുതി വേവാവുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിലാണെങ്കിൽ 1-2 പ്രാവശ്യം പസ് ബട്ടൺ അമർത്തി എടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. അമരപ്പയർ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ സിമ്മിലോട്ടാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. പയർ വെന്ത് വരുമ്പോഴേക്ക് ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള അമരപ്പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. അപ്പോൾ ഈ തോരനും ഒരു മോര് കറിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.